ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സത്യൻ്റെയും ഇന്ദുവിൻ്റെയും കല്യാണം മുടക്കാൻ വേണ്ടി സുശീലയുടെ ശത്രുക്കൾ എല്ലാവരും കൂടി ഒത്തുകൂടുകയാണ്. അങ്ങനെ സുശീലയ്ക്ക് ഇട്ടൊരു പണി കൊടുക്കാൻ വേണ്ടി രവിയും ഡോക്ടറും സുധനും കൂടി ഓരോ പ്ലാനുകളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ സുധൻ രവിയോടും ഡോക്ടറോടും കൂടി പറയുകയാണ്, സുശീലയേക്കാളും വിഷമുള്ള ഒരു ഐറ്റം ഉണ്ട് സുശീലയുടെ വീട്ടിൽ. അതും സുശീലയുടെ കുഞ്ഞമ്മയാണ്. അവരെ എന്തായാലും ഞാൻ ഈ കല്യാണത്തിന് കൊണ്ടുവരും. എന്നിട്ട് സത്യൻ്റെ കല്യാണം അവരെ കൊണ്ട് തന്നെ ഞാൻ മുടക്കിപ്പിക്കും എന്നൊക്കെ സുധനും കൂടി പറയുകയാണ്. ഡോക്ടറാണെങ്കിലോ കല്യാണത്തിന് പാര പണിയാൻ വേണ്ടി ഇവന്റ് മാനേജ്മെന്റുമാരൊക്കെ കയ്യിലെടുത്തിട്ടുണ്ടാവും. ഡോക്ടറുടെ ആളുകളായിരിക്കും അതിലുണ്ടാവുക. എന്നിട്ട് കല്യാണം അലങ്കോലപ്പെടുത്തണം എന്ന് അവരും പ്ലാൻ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ രവി പറയുന്നുണ്ട്, ഞാൻ എല്ലാ കാര്യങ്ങളും ഹർഷയിൽ നിന്നും ഞാൻ ഓരോന്നായി അറിയുന്നുണ്ട്. എന്തായാലും സുശീല ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടിയാണ് ഇനി സുശീലയ്ക്ക് കിട്ടാൻ പോകുന്നത്. കല്യാണത്തിന്റെ താലികെട്ട് വരെ എത്തിച്ചിട്ട് താലി കെട്ടാൻ കഴിയാതെ ആ സമയത്ത് കല്യാണം മുടങ്ങിപ്പോകും. സുശീലയുടെ ആ ഭാവം അത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമാകുന്നു എന്നൊക്കെ രവിയും പറയുകയാണ് കേട്ടോ. അങ്ങനെ ഇവരെല്ലാവരും കൂടി സത്യൻ്റെയും ഇന്ദുവിൻ്റെയും കല്യാണം മുടക്കാനുള്ള ഓരോ പ്ലാനുകളും തയ്യാറാക്കുകയാണ്. അങ്ങനെ സുശീലയാണെങ്കിലോ ഡ്രസ്സ് എടുക്കാനും സ്വർണ്ണമെടുക്കാനും ഒക്കെ സത്യനും ഭാനുഅമ്മയും അനുവും സോനയും ഷ്യാമും ഒക്കെ സച്ചി സാർ പറഞ്ഞ കടയിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ അവിടെ സച്ചി സാറും കുടുംബവും ഉണ്ടാവും. അങ്ങനെ സുശീലയ്ക്കാണെങ്കിലോ സ്വർണവും ഒരുപാട് വില കൂടിയ ഡ്രസ്സൊക്കെ കാണുന്ന സമയത്ത് സുശീലയുടെ കണ്ണ് മഞ്ഞളിച്ചു പോവുകയാണ്. അങ്ങനെ സുശീല കല്യാണ പെണ്ണിന് സ്വർണ്ണാഭരണങ്ങളൊക്കെ എടുക്കുന്നതിന് പകരം സുശീലയ്ക്ക് തന്നെ ആഭരണങ്ങളൊക്കെ ഇട്ട് നോക്കുകയാണ്. പിന്നീട് സോനയുടെ ദേഹത്തും ഇട്ട് നോക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കാണുന്ന ഇന്ദുവിനാണെങ്കിലോ ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇവരെന്തൊരു ആക്രാന്തം പിടിച്ച സ്ത്രീയാണ് എന്നൊക്കെ മനസ്സിലിങ്ങനെ തോന്നുകയാണ്. അപ്പോൾ സച്ചി സാറും ഗോകുലുമൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് സത്യനും ഷ്യാമിനുമൊക്കെ എന്താണ് ഈ അമ്മ കാണിക്കുന്നത്, അമ്മയ്ക്ക് എന്താ ഇത്ര വിവരമില്ലാണ്ടായോ എന്നുള്ള ആ ഒരു ഭാവം അവരുടെ മനസ്സിലുണ്ട് കേട്ടോ. അങ്ങനെ സത്യൻ ഷ്യാമിനോടും സോനയോടും ചേർന്ന് പറയുന്നുണ്ട്, അമ്മ ഇങ്ങനെയൊക്കെ പെരുമാറിക്കഴിഞ്ഞാൽ ഉറപ്പായും അവരാരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയും. അതോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളാവും. കല്യാണം തന്നെ മുടങ്ങിപ്പോകുന്ന രീതിയിലാവും. അതുകൊണ്ട് അമ്മയെ ഇനിയെങ്കിലും ഒന്ന് നിലക്ക് നിർത്താൻ നോക്ക് സോനെ എന്നൊക്കെ പറയുകയാണ്. അമ്മ ഈ കാണിക്കുന്നത് വളരെ മോശത്തരമായ കാര്യമാണ് എന്ന് സത്യൻ സോനയെ മാറ്റി നിർത്തി പറയുകയാണ്. ഈ സമയത്ത് തമ്പായി ഇനി ഓരോ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അനന്തം മാഷിൻ്റെ നാശം കാണാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ശത്രു അനന്തം മാഷിൻ്റെ കുടുംബത്തിലുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് സുശീലയെക്കുറിച്ചാണ് കേട്ടോ തമ്പായി ഓരോ കരുക്കളൊക്കെ ഇനി നീക്കാൻ പോകുന്നത്. അങ്ങനെ തമ്പായിക്ക് നല്ലൊരു തുറുപ്പ് ചീട്ടാണ് കിട്ടിയിരിക്കുന്നത്. അനന്തം മാഷും മക്കളും ഈ തറവാട് വിട്ട് ഓടിപ്പോകും. അല്ല എന്നുണ്ടെങ്കിൽ ഈ തമ്പായി ഓടിപ്പിക്കുക തന്നെ ചെയ്യും. അതിനു വേണ്ടി ആരെങ്കിലും ഇല്ലാതാക്കാനും എനിക്കൊരു മടിയുമില്ല എന്നൊക്കെയാണ് തമ്പായി മനസ്സിൽ ഓരോ പ്ലാനുകൾ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ടാവുക. ദയക്കാണെങ്കിലോ ഒന്നൊന്നര പണി കിട്ടിയത് കൊണ്ട് തന്നെ ദയയുടെ സ്വഭാവത്തിലൊക്കെ നല്ല മാറ്റം വരികയാണ്. ദയ ശബരിയോടും അച്ഛനോടും ഒക്കെ നല്ലതുപോലെ സംസാരിക്കുകയും ചെയ്തു പോയ തെറ്റുകളൊക്കെ മാപ്പ് പറയുകയൊക്കെ ചെയ്യുകയാണ്. അങ്ങനെ ദയയെ പഴയതുപോലെ തിരിച്ചു കിട്ടിയ സന്തോഷമാണ് കേട്ടോ അനന്തം മാഷിന്. ശബരിമലയിൽ നിന്നും തിരിച്ച് വീട്ടിലെത്തിയ ശേഷം ആ ഒരു സന്തോഷം വരികയാണ്. ഞാൻ വീട് വിട്ടു പോയതിനും പ്രാർത്ഥിച്ചതിനും എല്ലാം എനിക്ക് ഫലം കിട്ടി. എൻ്റെ മക്കളുടെ സ്വഭാവത്തിലൊക്കെ നല്ല വ്യത്യാസമുണ്ട്. എൻ്റെ മരുമക്കൾക്കും സ്നേഹമുണ്ട് എന്നുള്ള കാര്യം അനന്തം മാഷിന് മനസ്സിലാവുകയാണ്. വിനയനാണെങ്കിലോ നല്ലതുപോലെ മാറിയതും കൂടി അനന്തം മാഷ് ഇനി അറിയാൻ പോവുകയാണ്. ചീരുവാണ് ഇപ്പോൾ വിനയനെ ഒട്ടും തന്നെ മനസ്സിലാക്കാതെ പെരുമാറുന്നത് എന്നുള്ള ആ ഒരു വിഷമം അനന്തം മാഷിൻ്റെ മനസ്സിലേക്ക് വരികയാണ്. ഇനി പതിയെ പതിയെ ചീരുവിൻ്റെ മനസ്സ് മാറ്റിയെടുക്കാം എന്ന് തന്നെയാണ് അമ്പിളിയും രഘുവും കൂടി തീരുമാനിച്ചിട്ടുണ്ടാവുക. അമ്പിളിയോട് രഘു പറയുന്നുണ്ട്, വിനയൻ്റെ സ്വഭാവത്തിലെ വ്യത്യാസം അത് ചീരു മനസ്സിലാക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ തന്നെ കണ്ടില്ലേ ദയോടൊക്കെ വിനയൻ പെരുമാറിയതും ഹോസ്പിറ്റലിൽ വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തതും ഒക്കെ ചീരു മനസ്സിലാക്കും. പക്ഷേ ചീരു അവനോട് മോശമായി പെരുമാറിയത് അതൊരു പാവം തന്നെയായി. അവൻ്റെ മക്കളോട് പോലും അവന് ഇപ്പോൾ സ്വാതന്ത്ര്യത്തിൽ പെരുമാറാൻ കഴിയാത്തത് ചീരു ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ്. പഴയ വിനയനാണെങ്കിൽ ഇപ്പോൾ ചീരുവിൻ്റെ നേരെ എതിർത്ത് നിന്നേനെ. പക്ഷേ പുതിയൊരു വിനയനായതുകൊണ്ട് തന്നെ ചീരു വിനയനെ മനസ്സിലാക്കും, അതെനിക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ അമ്പിളിയോട് രഘു പറയുകയാണ്. അങ്ങനെ സുശീലയും ഭാനുഅമ്മയും സോനയും ഷ്യാമും സത്യനും അനുവും ഒക്കെ കൂടി മണ്ഡപത്തിലേക്ക് പോവാൻ ഒരുങ്ങുകയാണ്. അങ്ങനെ സുശീലയാണെങ്കിലോ നല്ല സുന്ദരിയായിട്ട് തന്നെ ഒരുങ്ങുകയാണ്, ചമഞ്ഞൊരുങ്ങുകയാണ്. അപ്പോൾ ഭാനുമ്മ പറയുന്നുണ്ട്, സുശീലേ നമ്മളെയൊക്കെ അവർക്ക് നല്ലതുപോലെ അറിയാവുന്നതല്ലേ എന്ന് പറയുമ്പോൾ, അങ്ങനെയല്ല ഭാനുമ്മേ, നമ്മളും അവർക്ക് യോജിച്ച ബന്ധമാണെന്നുള്ളത് നാട്ടുകാർ പറയണം. അല്ല നമ്മൾ കൂതറ ഡ്രസ്സുകളൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാലൊക്കെ നാട്ടുകാർ പറയും ഒരു യോഗ്യതയും ഇല്ലാത്തവരെയാണല്ലോ സച്ചി സാറ് ബന്ധുക്കളായി ഏറ്റെടുത്തത് എന്ന് നാട്ടുകാർ പറയും. അതൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ നല്ലതുപോലെ ഡ്രസ്സൊക്കെ ധരിച്ചു വേണം പോവാൻ എന്ന് പറഞ്ഞ് സുശീല നന്നായിട്ട് തന്നെ ചമഞ്ഞൊരുങ്ങുകയാണ് കേട്ടോ. അങ്ങനെ സുശീല സോനയോടും പറയുന്നുണ്ട്, നീയും നല്ലതുപോലെ ഡ്രസ്സ്
ഡ്രസ്സൊക്കെ ഒരുങ്ങി വായോ എന്നൊക്കെ സോനയോടും പറയാം കേട്ടോ. അപ്പോൾ സോന പറയുന്നുണ്ട് നമ്മൾ കല്യാണത്തിനൊന്നും അല്ലല്ലോ, മണ്ഡപത്തിലേക്കല്ലേ ഇപ്പോൾ പോകുന്നത് എന്നൊക്കെ സോന പറയുമ്പോഴും ഒന്നിനും ഒരു കുറവും വരാതെ എല്ലാതും നല്ലതുപോലെ നടക്കണം, അതിന് കുറച്ചൊക്കെ നമ്മളൊക്കെ ചമഞ്ഞൊരുങ്ങണം, അല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു പാവപ്പെട്ടവരാണെന്നൊക്കെ നാട്ടുകാരൊക്കെ പറയും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നൊക്കെ സുശീല വീണ്ടും പറയുകയാണ്. അപ്പോഴത്തേക്കും അനു അവിടേക്ക് വരികയാണ്. എന്നിട്ട് സത്യനും ശ്യാമും ഒക്കെ അവിടെ എത്തുകയാണ് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് ഇന്ദ്രേട്ടൻ കടയിൽ നിന്നും നേരെ അവിടേക്ക് വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്, നമുക്ക് പോവാനുള്ള ടാക്സിയൊക്കെ ഇന്ദ്രേട്ടൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്നങ്ങ് പറഞ്ഞതോടുകൂടി സുശീലയ്ക്ക് വീണ്ടും അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. ഇപ്പോൾ ഇവൻ്റെ കല്യാണമല്ലേ, 2 ദിവസം എന്താ ഇന്ദ്രനെ കട അടച്ചിട്ട് ഇരുന്നാൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ദേഷ്യപ്പെടുന്നത്. അപ്പോൾ സത്യം പറയുന്നുണ്ട് അമ്മ ഇങ്ങനെ ദേഷ്യപ്പെടുന്നു വേണ്ട, ഇന്ദ്രേട്ടൻ അവിടേക്ക് വരും, 2 ദിവസം കട അടച്ചിടാനൊന്നും കഴിയില്ല അമ്മേ, കാരണം ഇപ്പോൾ കടയിൽ ആളില്ലാത്തതാണ്, അതും കൂടി അമ്മ മനസ്സിലാക്കണം എന്നൊക്കെ പറയണം. അവൻ്റെ ചാട്ടമൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, അവനിപ്പോൾ എവിടേക്കാണ് ചായുന്നത് എന്നും എനിക്ക് മനസ്സിലാകുന്നുണ്ട്, പക്ഷേ അവൻ അതിനുള്ള ഗുണം കിട്ടിയാൽ മതിയായിരുന്നു എന്ന് അനുവിനെ തട്ടിച്ച് സുശീല പറയുകയാണ് അനുവിൻ്റെ മുഖത്ത് നോക്കിയിട്ട്. അപ്പോൾ അത് കേട്ടുകൊണ്ട് നിൽക്കുന്ന ഭാനു അമ്മയ്ക്കും ഒക്കെ കാര്യം മനസ്സിലാകുന്നുണ്ട്, സുശീല എന്ത് ഉദ്ദേശിച്ചിട്ടാണ് ഈ പറയുന്നത് എന്നുള്ള കാര്യം. അങ്ങനെ സത്യം പറയുകയാണ് അമ്മ എന്തെങ്കിലും കാരണം കണ്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്ന് സത്യം പറയട്ടെ. അപ്പോൾ പറയുന്നുണ്ട് നിനക്കിപ്പോൾ ആരുമില്ലെങ്കിലും നിന്റെ കല്യാണം നടക്കുമെന്നൊക്കെ നിനക്ക് മനസ്സിലായിട്ടുണ്ടാവും, നീ ഇപ്പോൾ സച്ചി സാറിൻ്റെ വീട്ടിലെ മരുമകനാവാൻ പോവുകയല്ലേ എന്നങ്ങ് പറയട്ടോ. അത് കേൾക്കുന്ന സമയത്ത് സത്യൻ അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് സുശീല പറയുന്നുണ്ട് നിനക്ക് ഇപ്പോൾ തന്നെ നല്ല മാറ്റമുണ്ട്, ഇനിയിപ്പോൾ സച്ചി സാറിൻ്റെ മരുമകൻ എന്നുള്ള പട്ടം കൂടി കിട്ടിക്കഴിഞ്ഞാൽ നിന്റെ സ്വഭാവത്തിൽ നല്ല വ്യത്യാസം വരുമല്ലോടാ എന്നങ്ങ് പറഞ്ഞതോടുകൂടി സത്യം പറയുകയാണ് അമ്മ കരുതുന്നത് പോലെ സച്ചി സാറിൻ്റെ മരുമകനായി എന്ന് കരുതി ഞാൻ മാറാനൊന്നും പോകുന്നില്ല, പിന്നെ ഈ അമ്മ പറയുന്ന ഈ സച്ചി സാറിൻ്റെ മരുമകൻ പട്ടം വേണ്ട എന്ന് വെക്കാനും എനിക്ക് ഒരു മടിയുമില്ല, ഇപ്പോഴും അതിന് എനിക്ക് കഴിയുമെന്നങ്ങ് പറഞ്ഞതോടുകൂടി സുശീല ആകങ്ങ് പേടിച്ചു പോവുകയാണ് കേട്ടോ. സത്യനോട് കളിച്ചാൽ സത്യൻ പറഞ്ഞതുപോലെ ചെയ്യുമെന്നുള്ളത് സുശീലയ്ക്ക് മനസ്സിലാകുന്നത് കൊണ്ട് തന്നെ സുശീല പെട്ടെന്നങ്ങ് പേടിച്ചു പോവുകയാണ്. എന്നിട്ട് സത്യൻ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോഴാണ് അവിടേക്ക് സുധനും പ്രതിഭയും സുശീലയുടെ കുഞ്ഞമ്മയെയും കൂട്ടി ആ വീട്ടിലേക്ക് വരുന്നത്. ആ സുശീലയുടെ കുഞ്ഞമ്മയാണെങ്കിലും സുശീലയെക്കാളും വലിയൊരു ചെകിണി തന്നെ ആയിരിക്കും. അങ്ങനെ സുശീലയുടെ വീട്ടിലേക്ക് കയറി വരികയാണ് കേട്ടോ. അപ്പം മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട് വീടൊന്നും കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ് കുഞ്ഞമ്മ. വീട്ടിലേക്ക് കയറി വന്ന ഉടനെ തന്നെ അനുവിനെയാണ് കുഞ്ഞമ്മ പാര വെക്കാൻ നോക്കുന്നത്. അനുവിനിട്ട് നന്നായിട്ട് തന്നെ പറയുകയാണ് വെറുതെ അല്ല സുശീല പറയുന്നത് നിന്നെക്കുറിച്ച് എന്നുള്ള കാര്യമൊക്കെയാണ് കേട്ടോ അനുവിനെ പറയുന്നത്. അനു അവരെല്ലാം പുറത്ത് നിൽക്കുന്ന സമയത്ത് അവരോട് അകത്തേക്ക് കയറി നിൽക്കാൻ പറയുന്നുണ്ട്. ആ സമയത്താണ് കുഞ്ഞമ്മ പറയുന്നത് ഞാനിവിടെ നിൽക്കുന്നുണ്ടല്ലോ, നീ എന്നെ കണ്ട ഭാവം പോലും നടിക്കുന്നില്ലല്ലോ, വെറുതെ അല്ല സുശീല പറയുന്നത് നിന്നെക്കുറിച്ച്, നീ ആള് മോശമല്ല എന്നുള്ളത് എന്നൊക്കെ പറഞ്ഞ് അനുവിനെ കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ. എന്നിട്ട് എനിക്ക് നന്നായിട്ട് തന്നെ വിശക്കുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ കുഞ്ഞമ്മ പറയുമ്പോൾ സുശീല അങ്ങ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ദേഷ്യപ്പെട്ട് അനുവിനോട് പറയണേ നിന്നെ കണ്ടില്ലേ, ഈ വീട്ടിലേക്ക് ഒരു വിരുന്നുകാർ വരുമ്പോൾ അവരെ സൽക്കരിക്കേണ്ട കടമ നിനക്കില്ലേ, നീ പോയി ഭക്ഷണം എടുത്തുകൊണ്ട് വായോ എന്ന് പറഞ്ഞ് അനുവിനെ പറഞ്ഞയക്കുകയാണ് സുശീല. കുഞ്ഞമ്മയും കൂട്ടി സുശീല അകത്തേക്ക് പോയി കഴിഞ്ഞ ശേഷം സോന ചോദിക്കുന്നുണ്ട് ഈ കുഞ്ഞമ്മയെ വിളിക്കാൻ അമ്മയാണോ സുധനങ്ങളോട് പറഞ്ഞത് എന്ന് ചോദിക്കട്ടെ. അപ്പോൾ സുധൻ പറയും അതെ സുശീലയാണ് എന്നോട് പറഞ്ഞത് എന്നങ്ങ് പറഞ്ഞതോടുകൂടി പ്രതിഭ പറയണ അല്ല അച്ഛനായിരുന്നു ഏറ്റവും കൂടുതൽ നിർബന്ധം, അച്ഛൻ ഫോണിൽ സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടു, അച്ഛനാണ് പറഞ്ഞത് ഉറപ്പായും നീ കല്യാണത്തിന് വരണം എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞമ്മയെ വിളിച്ചതും കുഞ്ഞമ്മയെ ഈ കല്യാണത്തിന് കൂടിപ്പിക്കണം എന്നുള്ളതൊക്കെ അച്ഛൻ്റെ നിർബന്ധമായിരുന്നു എന്നങ്ങ് പ്രതിഭ പറഞ്ഞതോടുകൂടി സുധൻ പെട്ടെന്നങ്ങ് പതറിപ്പോവുകയാണ്. അടുത്ത എപ്പിസോഡിൽ എല്ലാവരും കൂടി മണ്ഡപത്തിലേക്ക് എത്തുകയാണ് കേട്ടോ. ആ സമയത്ത് സച്ചി സാറും കുടുംബവും വരുന്നുണ്ട്. അപ്പോൾ സച്ചി സാറിൻ്റെ പെങ്ങളാണെങ്കിൽ കുറച്ച് കടുകട്ടിയായ സാധനം തന്നെ ആയിരിക്കും കേട്ടോ, അതും ഒട്ടും സുശീലയ്ക്ക് ഒട്ടും വിട്ടുകൊടുക്കാത്ത ഒരു ടൈപ്പ് തന്നെ ആയിരിക്കും. അങ്ങനെ അവിടെ എത്തിയ ശേഷം സുശീല എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്നുണ്ട് മണ്ഡപത്തിലേക്ക് ആദ്യം ഞങ്ങളെയൊക്കെ കയറ്റേണ്ടത് പെൺവീട്ടുകാരുടെ കടമയാണ് എന്ന് പറയുന്ന സമയത്തൊക്കെ സുശീലയ്ക്കിട്ട് നന്നായിട്ട് തന്നെ സച്ചി സാറിൻ്റെ കുടുംബവും പറയുന്നുണ്ട് നിങ്ങൾ പയ്യൻ്റെ ആളുകളാണെന്ന് കരുതിയിട്ട് ഞങ്ങൾ എല്ലാത്തിനും താഴ്ന്നു തരികയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് സുശീലയുടെ മെക്കെട്ട് കയറാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ സച്ചി സാറിൻ്റെ കുടുംബത്തിൽ നിന്നും വന്നവരും. അപ്പോൾ സുശീലയോട് തർക്കിച്ച് അവർ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ സുശീല പറയുന്നുണ്ട് സച്ചി സാറേ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ ആരും മോശമൊന്നുമില്ലല്ലോ എന്നൊക്കെ അർത്ഥം വെച്ച് സുശീല പറയുകയാണ്. അങ്ങനെ കല്യാണം മുടക്കാനുള്ള എല്ലാ പ്ലാനുകളും രവിയും ഡോക്ടറും സുധനും കൂടി ഒരുക്കി വെച്ചിരിക്കുകയാണ്. സുധന്റെ മനസ്സിലുള്ള പ്ലാൻ ഇന്ദുവിൻ്റെയും സത്യൻ്റെയും കല്യാണം മുടങ്ങിൽ ആ ഒരു മണ്ഡപത്തിൽ വെച്ച് തന്നെ പ്രതിഭയുടെയും സത്യൻ്റെയും കല്യാണം നടത്തണം എന്നൊക്കെയാണ് സുധൻ മനസ്സിൽ പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ടാവുക.